നമസ്കാരം, എല്ലാവർക്കും സ്പേസ് ഗൈഡ് ആൻഡ് ഡിസൈനിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഷേപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫോം എന്നുള്ളതാണ്. ഈ ഫോം ഉപയോഗിച്ച് എങ്ങനെയാണ് കലാസൃഷ്ടികൾ നടത്തുന്നത്, ഈ ഫോം ഉപയോഗിച്ച് നടന്നിട്ടുള്ള കലാ മൂവ്മെൻറ്റുകൾ, അതായത് ക്യൂബിസം പോലുള്ള ആർട്ട് മൂവ്മെൻറ്റുകൾ എന്തൊക്കെയാണ്, പിന്നെ പാബ്ലോ പിക്കാസോ പോലുള്ള പ്രശസ്ത ചിത്രകാരന്മാർ ഈ ഫോം ഉപയോഗിച്ചും 4 ഡയമെൻഷണൽ സ്പേസ് ഉപയോഗിച്ചും എങ്ങനെയാണ് ചിത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ എന്താണ് ലൈനെന്നും ഷേപ്പെന്നും പഠിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് ഫോം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പോയിൻ്റ് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ അത് 0 ഡയമെൻഷനാണ്. അതിന് ഡയമെൻഷൻ ഒന്നുമില്ല, അത് 0 ഡയമെൻഷനാണ്. ഇപ്പോൾ 2 പോയിൻ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ലൈനാവും. ഇത് ലൈനെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന എന്താ പറയുക, ഒരു 1 ഡയമെൻഷൻ പ്ലെയിനിലുള്ള ഒരു ആക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എക്സ് ഒരു ആക്സസ് ഉണ്ടാവും. ഇത് ഒരു കേർവ്ഡ് ലൈനാണെന്നുണ്ടെങ്കിൽ ഇതിന് 2 ആക്സസ് ഉണ്ടാവും. ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ 2 ആക്സസ് വേണം. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന ഈ 2 ആക്സസ്, ഇതാണ് ഇതിനെയാണ് നമ്മൾ സാധാ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈനെ ഡിനോട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇത് എക്സ് ആക്സിസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ വൈ ആക്സിസിൻ്റെ ഇത് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ മാത്രമേ പോയിൻ്റ് വരത്തുള്ളൂ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0 ഡയമെൻഷൻ, ഇതെന്ന് പറയുന്നത് 1 ഡയമെൻഷൻ, ഇതെന്ന് പറയുന്നത് 2 ഡയമെൻഷൻ. ഇനിയും ഒരു 3 ഡയമെൻഷൻ, അതായത് ഒരു ഫോം എന്ന് പറയുന്നത് ഇതിന് 3 ഡയമെൻഷൻ വരുമ്പോഴാണ്. ഓക്കെ. അപ്പോൾ എക്സ് വൈ സി ഇങ്ങനെ 3 ഡയമെൻഷൻ വരും. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് ഒരു ഫോം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നിലകൊള്ളുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എല്ലാം ത്രിമാന രൂപങ്ങളാണ്. നമുക്ക് കണ്ണി കാണാവുന്നതും നമുക്ക് തൊടാവുന്നതും നമുക്ക് സ്പർശിക്കാവുന്നതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ത്രിമാന രൂപങ്ങളാണ്. നമ്മുടെ ത്രിമാന ഒരു സ്പേഷ്യസ് ഒരു യൂക്ലീഡിയൻ സ്പേസിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ ഈ ജോമെട്രിക്ക് പറയുന്നതാണ് യൂക്ലീഡിയൻ ജോമെട്രി എന്നാണ് പറയുന്നത്. ഇതല്ലാതെ നോൺ യൂക്ലീഡിയൻ ജോമെട്രി ഉണ്ട്, അതായത് ഹൈപ്പർബോളിക് ജോമെട്രി, അതുപോലുള്ള ജോമെട്രികളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് യൂക്ലീഡിയൻ ജോമെട്രിയാണ്, അതായത് ത്രിമാന രൂപം. അപ്പോൾ നമ്മൾ ഷേപ്പിനകത്ത് 3 ഷേപ്പ്, മെയിനായിട്ടുള്ള ഷേപ്പ് പഠിച്ചു. ഒന്ന് സ്ക്വയർ, രണ്ടാമത്തെ സർക്കിള്, മൂന്നാമത്തേത് ട്രയാങ്കിൾ. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ, സർക്കിള്, ട്രയാങ്കിൾ. ഓക്കെ. അപ്പോൾ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ സ്പേസിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് നൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ആക്സസ് കൊടുക്കാം. എക്സും വൈ എന്ന് പറയുന്ന ഈ 2 ആക്സസ് കൊടുക്കാം. ഓക്കെ. ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പോൾ നമുക്കൊരു 4 ഡയമെൻഷണൽ സ്പേസ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇതിന് 3 ആക്സസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ആക്സസ് ഉണ്ട്, വൈ എന്ന് പറയുന്ന വേറൊരു ആക്സസ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ആക്സസ് ഉണ്ട്, ഇങ്ങോട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ. ഈ 2 സൈഡിലോട്ടും പോകുന്നതാണ് സി എന്ന് പറയുന്ന ആക്സസ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന സംഭവങ്ങളാണ്, ഇതിനുള്ളിൽ വരുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഫോം എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം, അതായത് നമുക്ക് ആദ്യത്തെ ഷേപ്പ് എലമെൻ്റായിട്ടുള്ള സ്ക്വയർ വെച്ച് നമുക്കെങ്ങനെ ഫോം കൺസ്ട്രക്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഷേപ്പിന് ആകെപ്പാട് ആദ്യമുള്ളത് എക്സും വൈയിലും ഡിനോട്ട് ചെയ്യാം. എക്സിലും വൈയിലും അതിന് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സിലും വൈയിലും റെപ്രസെൻറ്റ് ചെയ്യാം, അതായത് ഈ 2 ആക്സിസിലും നമുക്ക് ഇത് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ഷേപ്പായി. ഇനിയും ഇതിനെ ഒരു ഫോം ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സി ഡയമെൻഷനിൽ, അതായത് ഇങ്ങോട്ട് പോകുന്ന ഈ ആരോ പോകുന്ന സി ഡയമെൻഷനിൽ നമുക്കതിനെ എക്സ്ട്രൂഡ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താണ്, ഈ ആരോ പോകുന്ന ആ ലൈനിൽ തന്നെ നമുക്ക് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാം. നമുക്ക് ഈ ലൈന് പാരലായിട്ട്, ഈ ലൈന് കറക്റ്റ് പാരലായിട്ട് തന്നെ ഇതിനെ നമുക്ക് കുറച്ച് എക്സ്ട്രൂഡ് ചെയ്യാം. ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാം, ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക, ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ വരയ്ക്കുക. അപ്പോൾ ഇതൊരു ക്യൂബായി. ഓക്കെ. അങ്ങനെയാണ് ക്യൂബ് സൃഷ്ടിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഷേപ്പായിട്ടുള്ള സർക്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കിളിനെ നമുക്ക് ബേസിൽ വരുത്താം. ഓക്കെ. ഈ സർക്കിള് തല തിരിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെയല്ല ഇരിക്കുന്നത്, തല തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ആക്സിസ് നമുക്കെടുക്കാം. ഇതിന് പകരം
ഇങ്ങനെ ഇരിക്കുന്ന സർക്കിൾ നമുക്ക് ഒന്ന് ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് ആ സൈഡിലോട്ടാക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ റെപ്രസെൻറ്റേഷൻ എവിടെയായി? എക്സിലും സിയിലുമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും നമുക്ക് ഈ സർക്കിളിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടെത്തുക. ഏകദേശം ഇവിടെയാണെന്ന് കണ്ടെത്തുക. ഈ സർക്കിളിൻ്റെ മിഡ് പോയിൻറ്റ് കണ്ടെത്താനുള്ള മാർഗ്ഗങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സ്ക്വയർ വരച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയഗണലും ഒക്കെ വരച്ച് മിഡ് പോയിൻറ്റ് കണ്ടെത്താം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു അനുമാനത്തിന് വേണ്ടി ഇത് മിഡ് പോയിൻ്റ് ആണെന്ന് അനുമാനിക്കാം. അപ്പോൾ ഓക്കെ, എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക മുകളിലോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് പ്രൊജക്ഷൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നമുക്ക് താഴോട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു കോണായി. ഓക്കെ, ഈ സർക്കിളും ട്രയാങ്കിളും കൂടെ കൂടുന്ന ഒരു കോൺ ഷേപ്പായി. അപ്പോൾ ഇങ്ങനെയാണ് ഫോം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര തരത്തിൽ ഇപ്പോൾ ഫോം ഉണ്ടെന്ന് നോക്കാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്. ഒന്നാമത്തേതൊരു ക്യൂബ് ആണ്. ക്യൂബ് നമുക്കിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ വരയ്ക്കാം. രണ്ടാമത്തേതൊരു സ്ഫെറിക്കൽ ഷേപ്പ്. മൂന്നാമത്തേത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ഒക്ടാഹെഡ്രനാണ്. ഓക്കെ, നമുക്കൊരു ഒക്ടാഹെഡ്രൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഒക്ടാഹെഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡ്, അതിൻ്റെ മുകളിൽ വേറൊരു പിരമിഡ് എംബഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു ഒക്ടാഹെഡ്രൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒക്ടാഹെഡ്രന് മെയിനായിട്ടുള്ളത് ഒരു ബേസ് ഷേപ്പ് സ്ക്വയറാണ്. അതിൻ്റെ മുകളിലോട്ട് 4 സൈഡിലും ട്രയാങ്കിൾ. ഇതാണ് ഒരു ഒക്ടാഹെഡ്രൻ. അപ്പോൾ ഇത് ഞാൻ മെയിൻലി സജസ്റ്റ് ചെയ്യാൻ കാരണം ഇത് പ്ലറ്റോണിക് സോളിഡാണ്. ഒക്ടാഹെഡ്രൻ എന്ന് പറയുന്ന ഒരു പ്ലറ്റോണിക് സോളിഡാണ്. ക്യൂബ് എന്ന് പറയുന്നത് ഒരു പ്ലറ്റോണിക് സോളിഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലറ്റോണിക് സോളിഡ് എന്താണെന്ന് അറിയുന്നില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ക്ലാസ് പ്ലറ്റോണിക് സോളിഡ് എന്തൊക്കെയാണെന്നറിയാൻ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഫോം എന്തുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നു, ഈ ഫോം എന്തിനായിട്ട് റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെ ഷേപ്പുമായിട്ടും ലൈനുമായിട്ടും റിലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഫോം, ഈ ക്യൂബ് റെപ്രസെൻ്റ് ചെയ്യുന്ന, അത് റിലേറ്റ് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയറാണ്. അതിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ലൈനാണ്. ഷേപ്പ് കറസ്പോണ്ട് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കിളാണ്. അത് കറസ്പോണ്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ ഈ ഫോമായിട്ടുള്ള ഒക്ടാഹെഡ്രൺ കറസ്പോണ്ട് ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? ട്രയാങ്കിളാണ്. ഇത് കറസ്പോണ്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ലൈൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റിയെ, സ്ട്രക്ചറിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ അത് തന്നെയാണ് ഷേപ്പിനകത്ത് വരുമ്പോൾ സംഭവിക്കുന്നത്. സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷേപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുകയില്ല. അതുപോലെ തന്നെയാണ് ഈ സ്ക്വയറിൻ്റെ കാര്യം, ക്യൂബിൻ്റെ കാര്യം, അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുകയില്ല. അതുകൊണ്ടാണ് ഇത് സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ അതിനെല്ലാം നോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈനിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ കാര്യം ഇത് എന്താണ്? ബാലൻസിനെയാണ് കുറിക്കുന്നത്, റെസ്റ്റിനെയാണ് കുറിക്കുന്നത്. അത് കുറച്ചുകൂടെ ഷേപ്പായി കഴിയുമ്പോൾ അത് ഹോൾനെസ്സിനെ കുറിക്കുന്നു, ഇൻഫിനിറ്റിയെ കുറിക്കുന്നു. അതുപോലെ തന്നെയാണ് സ്ഫെറിക്കൽ ഷേപ്പിൻ്റെ കാര്യം. സ്ഫെറിക്കൽ ഷേപ്പും ഏകദേശം അതുപോലെ ഉള്ള അബ്സ്ട്രാക്ഷനെയാണ് കുറിക്കുന്നത്. ലൈനിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഡയഗണൽ ലൈൻ എന്തിനെ കുറിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈനാമിസത്തെ കുറിക്കുന്നു, ആക്ഷനെ കുറിക്കുന്നു. ഷേപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് അപ്വേർഡ്, അസെൻഷൻ അതുപോലുള്ള സംഭവങ്ങളെ കുറിക്കുന്നു. ഇത് ഡൗൺവേർഡ് ആണെന്നുണ്ടെങ്കിൽ ഡിസെൻറ്റ് ടുവേർഡ്സ് എർത്ത് അതിനെയൊക്കെ കുറിക്കുന്നു. ഈ ഒക്ടോഹൈഡ്രൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് കുറിക്കുന്നത് ഈ പ്ലറ്റോണിക് സോളിഡിൽ അത് കൊടുത്തിരിക്കുന്നത് എയറിനെ കുറിക്കുന്നു. അതായത് ആകാശം അതുപോലുള്ള സംഭവങ്ങൾ, അതുപോലുള്ള എലമെൻറ്റിനെ കുറിക്കുന്നതാണ് ഈ ഒക്ടാഹൈഡ്രൻ എന്ന് പറയുന്ന ഈ ഷേപ്പ്. ഓക്കെ,
ഇനി നമുക്ക് എങ്ങനെ ഈ ഷേപ്പ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് ക്യൂബാണ്. ഓക്കെ, ക്യൂബ് എങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള ഫോമും കൺസ്ട്രക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് സ്പേസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്പേസിനെ പറ്റി നമ്മൾ കൂടുതൽ ക്ലാസ് അടുത്ത ഡിസൈൻ എലമെൻ്റായിട്ടുള്ള സ്പേസിൽ പഠിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് പഠിക്കാൻ പോകുന്നത് നമുക്കൊരു ഐസോമെട്രിക് ഗ്രിഡ് എടുക്കാം. നിങ്ങൾ ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കുക. നമ്മൾ നേരത്തെ പഠിച്ച ആ രീതിയിൽ തന്നെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക. ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കുറേ ഗ്രിഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഗ്രിഡ് കിട്ടി. അപ്പോൾ ഇതെല്ലാം പിന്നെ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇതെല്ലാം ഡയഗണലാക്കുക. ഇതിനെല്ലാം സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഐസോമെട്രിക് ഗ്രിഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഐസോമെട്രിക് ഗ്രിഡിൽ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇതെടുക്കുക. ഈ എലിവേഷൻ ഉണ്ടല്ലോ, ഈ എലിവേഷൻ നോക്കുക. കണ്ടല്ലേ, ഒരു ഐസോമെട്രിക് ഗ്രിഡിലൊരു ക്യൂബ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സ്ഫിയർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസോമെട്രിക് ഗ്രിഡിലൊരു ക്യൂബ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ടാമത് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ക്യൂബിൻ്റെ എല്ലാം സെൻറ്ററിലുള്ള സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തുക. എല്ലാ ഫേസിൻ്റെയും സെൻറ്റർ പോയിൻ്റ് കണ്ടെത്തുക. ഇതിൻ്റെ ഫ്രണ്ടിലെ പ്ലെയിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സ്ഫെറിക്കൽ ഷേപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ ആയിരിക്കും അതിൻ്റെ ഷേപ്പ്. ഇതിപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കാമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഷേപ്പ് തമ്മിൽ വ്യത്യാസം കാണും. അതിങ്ങനെ ആയിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഓറിയൻറ്റേഷൻ. ഈ രണ്ട് ഓറിയൻറ്റേഷനാണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്, ഈ രണ്ട് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഈ ഒരു പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇവിടുന്ന് വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഈ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും പുറകിലുള്ള ഈ പോയിൻറ്റുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ നിങ്ങൾ മുകളിൽ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വളഞ്ഞായിരിക്കും വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു വളവോട് കൂടിയായിരിക്കും വരുന്നത്. ഈ വളവോട് കൂടി വരുന്നത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ നേരത്തെ ഒരു സ്ക്വയറിൽ നിന്ന് എങ്ങനെ സർക്കിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത് വരയ്ക്കുന്നതാണ് നമ്മൾ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫേസിനെ നമുക്കൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് ഈ ഒരു ഫേസ് ആക്കി എടുക്കാം. ഓക്കെ, അപ്പം ഈ സംഭവത്തിനെ നമുക്കൊന്ന് ചെറുതായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം 2 ഡയഗണൽ വരയ്ക്കാം. ഞാൻ 2 ഡയഗണൽ വരയ്ക്കാം. അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുക. 4 ഫേസ് ആക്കുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഷേപ്പും ഏകദേശം ഒന്നായിരിക്കും, പാരലായിരിക്കും, കറക്റ്റ് കറസ്പോണ്ടിങ് ഇതായിരിക്കും, സിമിലറായിരിക്കും. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എങ്ങനെ വരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഈ ഷേപ്പും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ഷേപ്പ് വരും, ഇങ്ങനെ ഒരു ഷേപ്പ് വരും, അതും ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള ആ ഒരു വലയത്തിന് ഷേപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ പുറത്തൂടെ നമുക്ക് കവർ ചെയ്ത് നമുക്കൊരു സ്ഫെറിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഒക്ടാഹെഡ്രൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലെയിൻ വരയ്ക്കാം. ഈ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ഒരു സ്ക്വയർ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന സംഭവമാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ ഇതാണ്. ഈ സംഭവത്തിനെ ഇങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലെയിനായി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്താം. പ്ലെയിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നതും ഒരു ഡയഗണൽ വരയ്ക്കലാണ്. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുന്ന ഒരു ഡയഗണൽ വരയ്ക്കലാണ്. പ്ലെയിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നതും ഒരു ഡയഗണൽ വരയ്ക്കണം. അതായത് 3 ഡയമെൻഷണൽ സ്പേസിൽ ആണെന്ന് അനുമാനിക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്ലെയിൻ അല്ല, ഇതൊരു ഡിസ്റ്റോർട്ടഡ് റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ഷേപ്പാണ്. അപ്പോൾ ഇതൊരു 3 ഡയമെൻഷണൽ സ്പേസിലാണെന്ന് അനുമാനിക്കുക. അങ്ങനെ അനുമാനിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് കണ്ടെത്തുന്ന മിഡ് പോയിൻ്റ് കണ്ടെത്തുന്നത് ഡയഗണൽ വരച്ചാണ്. പിന്നെ നമുക്ക് മുകളിലോട്ടൊരു ആക്സിസ് കൊടുക്കാം, താഴോട്ടൊരു ആക്സിസ് കൊടുക്കാം. എന്നാൽ ഇതിനെ കണക്ട് ചെയ്യുക. നമുക്ക് ഏകദേശം ഒരു കറക്റ്റായിട്ടുള്ളൊരു ലെങ്ത്തിൽ നമുക്ക് മെഷർ ചെയ്തെടുക്കാം. താഴോട്ടുള്ള മെഷർമെൻറ്റും മുകളിലോട്ടുള്ള മെഷർമെൻറ്റും ഏകദേശമാണ്. എങ്ങനെയാണ് നമ്മളൊരു ഒക്ടാഹെഡ്രൺ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അതാണ് ഫോം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 ഫോം എന്ന് പറയുന്നത്. ഒന്ന് ഒരു ക്യൂബ്, രണ്ടാമത്തേത് ഒരു സ്ഫെറിക്കൽ ഷേപ്പ്, മൂന്നാമത്തേത് ഒരു ഒക്ടാഹെഡ്രൺ. അപ്പോൾ എന്താണ് ക്യൂബിസം? 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ പാബ്ലോ പിക്കാസോയും ജോർജ് ബ്രേക്കും ചേർന്ന് ഉയർന്നു വന്ന ഒരു സ്വാധീനമുള്ള കലാപ്രസ്ഥാനമാണ് ക്യൂബിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്തുക്കളെയും രൂപങ്ങളെയും ജ്യാമിതീയ രൂപങ്ങളായും വിഘടിച്ച രൂപങ്ങളായും വിഭജിച്ച് ഒരേ സമയം ഒന്നിലധികം വീക്ഷണകോണുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന ഒരു കലാപ്രസ്ഥാനമായിരുന്നു ഇത്. അപ്പോൾ ഈ ക്യൂബിസത്തിന് തുടക്കം കുറിച്ചത് പാബ്ലോ പിക്കാസോ ആണെങ്കിലും അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് മൗറിസ് പ്രിൻസെറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ്. ഈ പാബ്ലോ പിക്കാസോയും മൗറിസ് പ്രിൻസെറ്റും വളരെ അടുത്തറിയാവുന്നവരായിരുന്നു. പാബ്ലോ പിക്കാസോയ്ക്ക് മൗറിസ് പ്രിൻസെറ്റ് നൽകിയ ഒരു പുസ്തകത്തിൽ നിന്നുമാണ് ക്യൂബിസം എന്ന് പറയുന്ന ഈ ആർട്ട് മൂവ്മെൻറ്റ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ പുസ്തകത്തിനകത്തുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനകത്ത് വ്യക്തമായിട്ടുള്ള ഡയഗ്രമും കാര്യങ്ങളുമുണ്ട്.
ഇതിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അദ്ദേഹം ഒരു 4D ക്യൂബ് അതിൻ്റെ പ്രോപ്പർ കോർഡിനേറ്റ്സ് എല്ലാം മാച്ച് ചെയ്ത് ഒരു 2 ഡയമെൻഷൻ പ്ലെയിനിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ മോറിസ് പ്രിൻസെറ്റിന് ഈ പുസ്തകം എഴുതാൻ പ്രചോദനമായത് മറ്റൊരു ഗണിതശാസ്ത്രജ്ഞനാണ്. ഇവർ രണ്ടുപേരും ഫ്രഞ്ചുകാരാണ്, ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻസാണ്. ഹെൻറി പോയിൻകാർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു മാത്തമാറ്റീഷ്യനാണ്. ഇദ്ദേഹം മാത്തമാറ്റിക്സിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വളരെ പ്രശസ്തനായ ഇപ്പം എന്താ പറയുക മാത്തമാറ്റിക്സിൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഒക്കെ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ട്, സയൻസ് ആൻഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന ഒരു കോഗ്നിറ്റീവ് ഫ്രെയിം വർക്ക് ഉണ്ട്. അപ്പം അതിൽ നിന്നും ആണ് നമ്മുടെ മോറിസ് പ്രിൻസെറ്റ് ഈ പുസ്തകം എഴുതുന്നതും പിൽക്കാലത്ത് പാബ്ലോ പിക്കാസോയ്ക്ക് ക്യൂബിസം എന്ന് പറയുന്ന ആർട്ട് മൂവ്മെൻറ്റ് സൃഷ്ടിക്കുന്നതിൽ പ്രചോദനമായത്. അത് ഇപ്പം വളരെ ലളിതമായി പറഞ്ഞാൽ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ഒരു 3D ക്യൂബിൻ്റെ ഷാഡോയാണ്. ഒരു 2D പ്ലെയിനിൽ ഒരു 3D ക്യൂബിൻ്റെ ഷാഡോയാണ്. ഇതിങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിലും വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഫിഗറാണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനത് മനസ്സിലാവും ഇതൊരു 3D ക്യൂബാണ് എന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ഈ ത്രിമാന രൂപത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് ഒരു 4D ക്യൂബിൻ്റെ ഒരു 2D പ്രൊജക്ഷനാണ്. അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം ഇതിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം പ്രോപ്പറാണെന്നുണ്ടെങ്കിലും കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊന്നും ഷേപ്പും ഫോമൊന്നും നമുക്ക് മനസ്സിലാവുകയില്ല. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലിമിറ്റേഷനാണ്, നമ്മുടെ പെർസീവിങ് കപ്പാസിറ്റിയിലുള്ള ലിമിറ്റേഷനാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ പറയുന്നതാണ് ടെസറാക്റ്റ് എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു 4D ക്യൂബ്. അപ്പോൾ പ്രശസ്തമായ ക്യൂബിസം ആർട്ട് വർക്കുകൾ ഇവയൊക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് പ്രോപ്പർ 3 ഡയമെൻഷണൽ ഫോം അല്ല. ഇതൊരു 2D പ്ലെയിനിലുള്ള 4D ഒബ്ജക്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. ഇത് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഇത് വളരെ ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡെപ്പിക്ഷനാണ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പാബ്ലോ പിക്കാസോ ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം മാത്തമാറ്റിക്സ് പഠിച്ച് ഇതുപോലുള്ള കലാസൃഷ്ടികൾ നടത്താൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കലയിൽ നിങ്ങൾക്കൊരു അപ്പർ എഡ്ജ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിക്കാസോ നിർത്തിയിടത്ത് വെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത തവണ. നന്ദി, നമസ്കാരം.